ഇൻസൈഡ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. പ്രഭാത വാർത്തകൾ വായിക്കുന്നത് അനു മനു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ 76.8% പോളിംഗ്. ഏറ്റവും കൂടുതൽ പോളിംഗ് വയനാട്ടിലാണ്. രാത്രി 9 മണി വരെയുള്ള കണക്കുകൾ പ്രകാരം വയനാട് 78.3, തൃശൂർ 72.46, മലപ്പുറം 77.43, കാസർഗോഡ് 74.86, പാലക്കാട് 76.27, കോഴിക്കോട് 77.26, കണ്ണൂർ 76.77% പോളിംഗ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും നന്ദി അറിയിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. കേരളമൊട്ടാകെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് രേഖപ്പെടുത്തിയ എല്ലാ പ്രിയപ്പെട്ട വോട്ടർമാർക്കും നന്ദി അറിയിച്ച് രമേശ് ചെന്നിത്തല. നിങ്ങളുടെ വോട്ട് മാറ്റത്തിന് വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ വോട്ട് അഴിമതിക്കും വിലക്കയറ്റത്തിനും തൊഴിലില്ലായ്മയ്ക്കും കൊടുകാര്യസ്ഥതയ്ക്കും എതിരെയാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. നാടിന്റെ നല്ലൊരു ഭാവിക്കായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ എല്ലാ മലയാളികൾക്കും നന്ദി അറിയിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. നിങ്ങളുടെ പങ്കാളിത്തം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുകയും വികസിത കേരളത്തിലുള്ള നിങ്ങളുടെ വോട്ട് NDAയ്ക്കും കൂടുതൽ കരുത്ത് പകരുകയും ചെയ്യുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കസ്റ്റഡി കാലാവധി തീർന്നതിനെ തുടർന്ന് രാഹുൽ ഈശ്വർ വീണ്ടും റിമാൻഡിൽ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അവഹേളിച്ചെന്ന കേസിലാണ് കഴിഞ്ഞ 12 ദിവസമായി രാഹുൽ ഈശ്വർ റിമാൻഡിൽ കഴിയുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 6 പ്രതികളുടെ ശിക്ഷ ഇന്ന് പ്രഖ്യാപിക്കും. തെക്കൻ തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മന്നാർ, അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചിലയവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. കാടുകുറ്റിയിൽ 10 സെന്റ് സ്ഥലവും വീടും വിൽപ്പനയ്ക്ക്. ചാലക്കുടിയിൽ നിന്നും 7 കിലോമീറ്ററും അങ്കമാലിയിൽ നിന്നും 12 കിലോമീറ്ററും മാളയിൽ നിന്നും 6 കിലോമീറ്ററും ദൂരമുള്ള ഈ വീടിന് 75 ലക്ഷം രൂപ പറയുന്നു. 100 മീറ്റർ അകലത്തിൽ ആരാധനാലയം, ഹോസ്പിറ്റൽ, സ്കൂൾ എന്നീ സൗകര്യങ്ങളുള്ള വീട് സ്വന്തമാക്കുവാൻ വിളിക്കേണ്ട നമ്പർ 7034873123 7736964883. വാർത്തകൾ ചെറുതോ വലുതോ എന്നതിലല്ല കാര്യം. നിങ്ങളുടെ പ്രദേശത്ത് നടക്കുന്ന ഏതൊരു വാർത്തയും അതിന്റെ പ്രാധാന്യം ഒട്ടും ചോരാതെ തന്നെ നിങ്ങളിൽ നിന്നും ഞങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തുന്നു. വാർത്തകൾ വിരൽ തുമ്പിൽ ഞൊടിയിടയിൽ ലഭിക്കുന്നതിന് വേണ്ടി ഇൻസൈഡ് റിപ്പോർട്ടിന്റെ ഓൺലൈൻ മാധ്യമങ്ങളായ യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ അക്കൗണ്ടുകൾ എത്രയും പെട്ടെന്ന് ഫോളോ ചെയ്യുക. നേരത്തെ അറിയാൻ ഇൻസൈഡ് റിപ്പോർട്ട് നിങ്ങളിലേക്ക്.